ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇത് വയനാട് ട്രിപ്പ് ഡേ 1 ആണ്. നേരത്തെ വയനാട് എത്തുന്നവരെയുള്ള വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട് റിസോർട്ടിൽ എത്തുന്നവരെയുള്ള വിശേഷങ്ങൾ. അവിടെ എത്തിയ ശേഷമുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വയനാട് എത്തിയ ശേഷമുള്ള ആദ്യത്തെ ദിനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞങ്ങൾ കുട്ടികളൊക്കെ കുളിച്ചൊരുങ്ങി നേരെ ഇറങ്ങിയത് റിസോർട്ടിലുള്ള പാർക്കിലേക്കാണ്. അവർക്ക് രാത്രി വന്നപ്പം രാത്രി ആയതുകൊണ്ട് കാര്യമായിട്ട് പാർക്കൊന്നും അങ്ങനെ കണ്ടിരുന്നില്ല. അങ്ങനെ രാവിലെ റെഡിയായിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ ഇതിൽ വന്ന് കളിക്കുക. ഹസ്ലിന് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഊഞ്ഞാൽ, പിന്നെ 1-2 കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പാർക്കിൽ കളിക്കാനായിട്ട്. അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ ഇങ്ങനെ മേലെ കയറി അങ്ങനെ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം കാണാൻ പറ്റും ഇവിടെ നമ്മൾ നിൽക്കുന്ന കോട്ടേജിൻ്റെ അകത്തേക്ക് തന്നെ വരുമായിരുന്നു കുരങ്ങന്മാർ. കുഞ്ഞു ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൽ കാണാൻ പറ്റും. ഹസ്ലിനാണെങ്കിൽ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കൂടെ നല്ല പേടിയുണ്ടായിരുന്നു. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പൂക്കോട് ലേക്ക്, ഇവിടെ നിന്നൊരു 10-11 കിലോമീറ്ററാണ് പൂക്കോട് ലേക്ക്. അവിടേക്ക് ഇറങ്ങിയതാണ്. ഞാൻ അധികം ഈ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നത് വയനാടാണല്ലോ. അപ്പോൾ വയനാടാകുമ്പം നേച്ചർ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ നേച്ചർ ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ പൂക്കോട് ലേക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇതിൽ കാണാൻ പറ്റും അഡൾട്ടിൻ്റെയും കിഡ്സിൻ്റെയും ടിക്കറ്റ് ചാർജ്. അവിടെ നിന്ന് ആദ്യം തന്നെ ഹസ്ലിൻ
അവൾക്ക് മങ്കി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് വാങ്ങി അങ്ങ് കയ്യിലാക്കി. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാർക്കാണ്. പിന്നെയാണ് അവിടെ ലേക്ക്. അപ്പോൾ ലേക്ക് നമ്മളാദ്യം ഇങ്ങനെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് ലേക്ക് ഇങ്ങനെ കണ്ടു. എത്ര മനോഹരമാണ് ഈ കാഴ്ചകളല്ലേ. വെള്ളവും മരങ്ങളും അങ്ങനെ നല്ല നല്ല കാഴ്ചകളാണ്. ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ തിരിച്ചെത്തി. എന്നിട്ട് നമ്മൾ പിന്നെ ബോട്ടിംഗ് ആയിരുന്നു നമ്മുടെ പ്ലാന്. അങ്ങനെ നമ്മൾ അതിന് ടിക്കറ്റിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ പേ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ റേറ്റ്. സാവക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുപോലെ അസ്ലീനും നല്ല ഇഷ്ടമാണ് ബോട്ടിങ്. അങ്ങനെ സാവ നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി പോവാണ്. അത് വേറെ തന്നെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. പ്രകൃതി മനോഹാരിത ഇങ്ങനെ കണ്ട് ബോട്ടിൽ പോകാനായിട്ട്. പിന്നൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളിതാ രണ്ടുപേരിങ്ങനെ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് സൺലൈറ്റ് കൊണ്ടല്ല. ഞങ്ങൾക്ക് ഇവിടെ എത്തിയ ദിവസം അന്ന് തന്നെ രാത്രി മുതൽ നമ്മൾക്ക് ചെങ്കണ്ണാണ്. അങ്ങനെ ചെങ്കണ്ണായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരിങ്ങനെ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അസ്ലീനും സഹവയും വീണ്ടും പാർക്കിൽ കയറി. അവൾക്ക് കളിച്ച് മതിയായിട്ടില്ല. സ്വിങ്, പിന്നെ സ്ലൈഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ
അതിനായിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, പൂക്കോട് ലേക്ക്. കുട്ടികൾക്കും നമ്മൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളവിടെ നിന്ന് മടങ്ങുകയാണ്. പോകുന്ന വഴി നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് നോക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ പോകുന്നത് സൂചിപ്പാറ ഫോൾസ് അവിടേക്കാണ്. പക്ഷേ ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അങ്ങനെ നേരെ നമ്മളെ വിടുന്നത് സൂചിപ്പാറ ഫോൾസിലേക്കാണ്. നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നിങ്ങൾക്ക് നല്ല നല്ല ദൃശ്യങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല പച്ച പരവതാനി വിരിച്ച അതുപോലുള്ള ഒരു എന്താ പറയുക സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പം മാക്സിമം ഇത് ആസ്വദിച്ചുകൊണ്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഒന്നും വിടാതെ നല്ല നല്ല ഏരിയകൾ മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക.
എന്തോ ഇവിടെ എത്തിയപ്പോൾ ഒരു മോഹം ഒന്ന് ഇറങ്ങണമെന്ന്, ഇറങ്ങി ഒന്ന് ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് നടക്കണം എന്നുള്ളൊരു മോഹം തോന്നിയതുകൊണ്ട് ഒന്ന് ഇറങ്ങി ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫോട്ടോസൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടുന്ന് എടുത്ത അങ്ങനെ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയപ്പോൾ ദാ വഴിയിൽ ഇങ്ങനൊരു സംഭവം കണ്ടു കേട്ടോ. അപ്പം ഇത് ഒഴിവാക്കാൻ മനസ്സ് വന്നില്ല. നല്ല രസമാണിത്. ഇത് എന്താ പറയുക, അങ്ങനെ കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പേടിയൊന്നുമില്ല. നല്ല രസമായിരുന്നു, എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. നേരെ സൂചിപ്പാറ ഫോൾസിലേക്കാണ് കേട്ടോ. അങ്ങനെ നല്ല സൗന്ദര്യം, നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഞങ്ങൾ സൂചിപ്പാറ ഫോൾസ് ഇവിടെ എത്തിയിട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടക്കണം. നമ്മളിങ്ങനെ നടക്കല്ല, ഓടുകയാണ് നമ്മൾ. കാരണം ഇവിടെ നിന്ന് 2 കിലോമീറ്റർ, ഏകദേശം 2 കിലോമീറ്റർ തന്നെയുണ്ട് നടക്കാനായിട്ട്. അത് മാത്രമല്ല, ഇത് ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റ് തന്നെ നടക്കുകയാണ്. പക്ഷെ നടക്കുന്ന വഴികളൊക്കെ ഇങ്ങനെയുമാണ്. പിന്നെ കുറച്ചധികം നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും ഒക്കെയുണ്ട്. അപ്പം ഇത് കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും നമ്മളവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചു. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഒരുപാട് സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി നടക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡിനെയും കൊണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എഡിറ്റ് ചെയ്യാത്തത് തന്നെയാണ്. കാരണം ഇത് നമുക്ക് ശരിക്കും പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ ഈ സൗണ്ട് കിട്ടിയിരിക്കണം. ഈ ചീവീടുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി കാണും. സൂചിപ്പാറ എത്തിയത് മുതൽ ചീവീടുകളുടെ ശബ്ദമാണ്. അത് കഴിഞ്ഞതാ ഇപ്പോൾ ഇവിടെ എത്തുമ്പം കേൾക്കാൻ പറ്റും വെള്ളത്തിൻ്റെ ശബ്ദം. അപ്പം അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒഴിവാക്കാത്തത് തന്നെയാണ്. കാരണം അതാണ് അതിൻ്റെ രസമെന്ന് തോന്നി. പോ അങ്ങനെ ഞങ്ങൾ അവസാനം എത്തിയിരിക്കുകയാണ്. ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. നേരിട്ട് കാണാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പം ദൂരേക്ക് ഇങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, വെള്ളം ഇങ്ങനെ നമ്മളെ മേക്കൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. വെള്ളത്തിൻ്റെ ഒരു സ്നോ പോലെ ഇങ്ങനെ വരുമായിരുന്നു. ഇതിലിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ദൂരെ നിന്നാലും നമ്മൾ നനയുമായിരുന്നു. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. അപ്പം അവിടെ എത്തിയപ്പം തോന്നി ഇത്രയും നടന്നത് കുഴപ്പമില്ല, അത്രയും ഭംഗിയായിരുന്നു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവർ പോയി.
ഞങ്ങൾ മാത്രമായി ശരിക്കും ആസ്വദിക്കാൻ പറ്റി ഈ ഒരു വെള്ളച്ചാട്ടം. നല്ല തണുപ്പും നല്ല കാലാവസ്ഥ, നല്ല തണുപ്പായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. എന്താ പറയുക, എങ്ങനെ പറയണമെന്നറിയില്ല, അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പം ഇവിടെ 1-2 കുരങ്ങന്മാരിതായിരിക്കുന്നു. 1-2 അല്ല, ഒരുപാടുണ്ട്. 4-5 കുരങ്ങന്മാരുണ്ട്. രണ്ട് കുരങ്ങന്മാരിതാ ഇവിടെ ഇളനീര് കഴിക്കുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയായി. ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ്. റിസോർട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂള് രാത്രിയായി എത്തുമ്പം സ്വിമ്മിംഗ് പൂളിലൊന്ന് ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. കാരണം അവക്കും ഹസ്ലിനും സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ സ്വിമ്മിംഗ് പൂളല്ലേ, അപ്പോൾ അവിടെ സാധാരണ ഇവിടെയൊക്കെ വാം വാട്ടറാണല്ലോ തണുപ്പിലൊക്കെ. പക്ഷേ ഇവിടെ നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. പക്ഷേ അസ്ലിന് ഒരു കൂസലില്ലായിരുന്നു, തണുപ്പൊന്നുമില്ല, അവൾക്ക് ഒന്നുമില്ലായിരുന്നു. ഭയങ്കര കളിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സഹുവിൻ്റെ കളി. അവൾക്കാണെങ്കിൽ തീരെ ഇറങ്ങാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു തണുപ്പിൽ. അവസാനം ഇറങ്ങിയപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് പൂളും കുറച്ച് കളിച്ചു. പിന്നെ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഡേ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.